ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. 2026 ആപ്പിളിന്റെ ആദ്യ ഫോൾഡബിൾ ഐഫോൺ പുറത്തിറങ്ങാനിരിക്കെ മത്സരം കടുപ്പിക്കാൻ ദക്ഷിണ കൊറിയൻ ടെക് ഭീമനായ സാംസങ് പുതിയ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുമായി എത്തുന്നു. ടാബ്ലറ്റുകൾ പോലെ വിശാലമായ സ്ക്രീനുള്ള വൈറ്റ് ഫോൾഡ് എന്ന പുതിയ ഫോൾഡബിൾ മൊബൈൽ ഫോൺ വികസിപ്പിക്കുന്നതായാണ് റിപ്പോർട്ട്. 2026 രണ്ടാം പകുതിയിലായിരിക്കും സാംസങ് ഈ പുതിയ ഫോൾഡബിൾ വേരിയന്റ് വിപണിയിൽ അവതരിപ്പിക്കുക. സാധാരണയായി വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നടക്കുന്ന ഗാലക്സി അൺപാക്ഡ് ഇവന്റുകളിലാണ് സാംസങ് ഫോൾഡബിൾ ഫോണുകൾ അവതരിപ്പിക്കാറുള്ളത്. വൈറ്റ് ഫോൾഡിന്റെ ഡിസ്പ്ലേ വിശദാംശങ്ങൾ ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. പൂർണ്ണമായി തുറന്നിരിക്കുമ്പോൾ 7.6 ഇഞ്ച് ഇന്റേണൽ ഡിസ്പ്ലേയും അടച്ചിരിക്കുമ്പോൾ 5.4 ഇഞ്ച് എക്സ്റ്റേണൽ ഡിസ്പ്ലേയുമായിരിക്കും ഫോണിനുണ്ടാകുക. ഉള്ളിലെ സ്ക്രീൻ 4.3 ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും. ഇത് കോമ്പാക്ട് ടാബ്ലറ്റുകളുടെ അനുപാതത്തിന് സമാനമാണ്. ഇത്തരമൊരു വിശാലവും ചതുരാകൃതിയിലുള്ളതുമായ ഡിസ്പ്ലേ നിലവിലുള്ള ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളുടെ ഡിസൈൻ ശൈലിയിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തൽ. വെബ് ബ്രൗസിംഗ്, ഡോക്യുമെന്റ് എഡിറ്റിംഗ്, ഫോട്ടോ വീഡിയോ കാണൽ തുടങ്ങിയവയിൽ ഈ മാറ്റം കൂടുതൽ അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2026 രണ്ടാം പകുതിയിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ആപ്പിളിന്റെ ആദ്യ ഫോൾഡബിൾ ഐഫോണിന് ശക്തമായ വെല്ലുവിളിയാകാനാണ് സാംസങ്ങിന്റെ വൈറ്റ് ഫോൾഡ് ലക്ഷ്യമിടുന്നത്. അതേസമയം ഈ ഫോണിന്റെ വില, ക്യാമറ, പ്രൊസസർ, ബാറ്ററി ശേഷി തുടങ്ങിയ പ്രധാന സവിശേഷതകളെക്കുറിച്ച് സാംസങ് ഇതുവരെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കി വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായുള്ള ബ്രഹ്മോസ് മിസൈൽ കരാറുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. ഏകദേശം 4000 കോടി രൂപയുടെ കരാറാണ് ഇരു രാജ്യങ്ങളുമായി ഒപ്പുവെക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ട്. ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നതിന് പങ്കാളിയായ റഷ്യയും അനുമതി നൽകിയതോടെയാണ് കരാർ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇതിന് റഷ്യ വാക്കാലുള്ള ഉറപ്പ് നൽകിയിരുന്നു. ഔദ്യോഗിക അനുമതി പത്രം ഉടൻ ലഭിക്കുമെന്നാണ് സൂചന. ദക്ഷിണ ചൈന കടലിൽ ചൈനീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചത്. ഈ ഇടപാട് ആസിയാൻ രാജ്യങ്ങളുടെ പ്രധാന പ്രതിരോധ പങ്കാളിയായി ഇന്ത്യ ഉയർന്നു വരുന്നതിന് സഹായകരമാകും. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ മികച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ്. 290 കിലോമീറ്റർ ദൂരം വരെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള പതിപ്പുകളാണ് ഇരു രാജ്യങ്ങൾക്കും നൽകുക. ഫിലിപ്പീൻസാണ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങിയ ആദ്യ രാജ്യം. ബ്രഹ്മോസിന് പുറമെ ഇന്ത്യ വികസിപ്പിച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് സംവിധാനം തുടങ്ങിയവ ആയുധങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യകത വർദ്ധിച്ചുവരികയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 23,622 കോടി രൂപയിലെത്തി. 2029 കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.